أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ച തമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ വിശുദ്ധ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. മറ്റു ചില ആളുകൾ യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും ശാരീരികമായും യാത്ര അനുമതിയും ലഭിച്ചാൽ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടുന്ന നിർബന്ധ കർമ്മമാണ് ഹജ്ജ് എന്നും നമുക്കറിയാം. ഏകദേശം ഇന്ന് ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ ഗവൺമെന്റ് തലത്തിലാണ് പോകുന്നതെങ്കിൽ 4 ലക്ഷത്തോളം രൂപയും പ്രൈവറ്റ് മേഖലയിലാണ് പോകുന്നതെങ്കിൽ ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം സംഖ്യയും ഒരു യാത്രക്കാരന് വേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ ഒരു സംഖ്യ മുടക്കിക്കൊണ്ട് എന്തിനാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്? അത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആരാധനാ കർമ്മങ്ങളും, ഹജ്ജ് മാത്രമല്ല, എല്ലാ ആരാധനാ കർമ്മങ്ങളും, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഏത് ആരാധനാ കർമ്മങ്ങളും അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ആരാധനാ കർമ്മത്തിന്റെ പ്രധാനമായും ലഭിക്കേണ്ടുന്ന മൂല്യം തഖ്വാബോധമാണ്, സൂക്ഷ്മതയാണ്, പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ഭയഭക്തിയാണ് ഏത് ആരാധനയിൽ നിന്നും ഒരു വിശ്വാസി നേടേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്തിനാണ് നമസ്കാരം? ആ നമസ്കാരത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകേണ്ടത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാവിധ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും ചീത്ത പ്രകൃതത്തിൽ നിന്നുമെല്ലാം എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും അവനെ തടയുന്നതാണ് നമസ്കാരം എന്നുള്ളത്. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരമപ്രധാനമായ ലക്ഷ്യം തത്വബോധം ഉണ്ടാകണം. മനുഷ്യന്മാരുടെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് ഒരു നല്ല മനുഷ്യനായി തീരുക എന്നതാണ് നമസ്കാരത്തിന്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല സൂചിപ്പിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നമുക്ക് പരിചയമുള്ള വിശുദ്ധ
ഖുർആനിലെ സൂറത്ത് അൽ-ബഖറയിലായിട്ടാണ്. ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പൂർവികന്മാരായ ആളുകൾക്കുമൊക്കെ വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്? അത് കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ ഈ നോമ്പിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ നേടേണ്ടത് തഖ്വയാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീർന്നേക്കാം, സൂക്ഷ്മതാബോധമുള്ളവരായി തീരാൻ വേണ്ടിയാണ് അല്ലാഹു നിർബന്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് നോക്കുവാൻ വേണ്ടി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് അല്ലാഹു തആല ഹജ്ജ് ചെയ്യുന്ന ആളുകളോട് എന്താണ് ഹജ്ജിന്റെ ലക്ഷ്യം, വിശ്വാസി നേടിയെടുക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ പറയാണ്. സൂറത്ത് അൽ-ബഖറയിലെ 197-ാമത്തെ വചനം, അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്തുൻ. ഹജ്ജ് എന്ന് പറയുമ്പോൾ എണ്ണപ്പെട്ട ചില മാസങ്ങളാണ്. 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസമായി എണ്ണപ്പെടുന്നത്. ഒന്ന് ശവ്വാൽ, അതുപോലെ തന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 3 മാസങ്ങളാണ്. യഥാർത്ഥത്തിൽ ഹജ്ജ് ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ 8 മുതൽ 12 വരെയാണ് ഹജ്ജിന്റെ കർമ്മമെങ്കിലും ഹജ്ജിന്റെ മാസമായി എണ്ണപ്പെടുന്നത് 3 മാസങ്ങളാണ്. അതൊന്ന് അതിനൊരുങ്ങാനുള്ള സമയം, യാത്രാ സൗകര്യങ്ങൾ കിട്ടുവാൻ, ഇതിനു വേണ്ടിയാണ് 3 മാസങ്ങളായി അല്ലാഹു തആല ഈ ഹജ്ജ് മാസങ്ങളെ എണ്ണിയിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ് ഫമൻ ഫറദ ഫീഹിൽ ഹജ്ജ. അങ്ങനെ ആരെങ്കിലും ഹജ്ജ് കർമ്മം നിർബന്ധമാക്കുകയാണെങ്കിൽ, അതിന് ഉദ്ദേശിച്ചുവെങ്കിൽ ഹജ്ജ് കർമ്മത്തിൽ ഫലാ റഫസ ഫലാ ഫുസൂഖ ഫലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് സമയത്ത് അവന്റെ ഉണ്ടായിരിക്കേണ്ടത് സ്ത്രീ സല്ലാപമോ വേണ്ടാത്തരങ്ങളോ വേണ്ടാത്ത തർക്കങ്ങളോ ഹജ്ജിന്റെ സമയത്ത് ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സുകളെ മലീമസമാകുന്ന എന്തെല്ലാം ദുസ്വഭാവങ്ങളുണ്ടോ ആ ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായി ഒരു നല്ല മനുഷ്യനായി ഒരു തഖ്വാബോധം അവനുണ്ടാകും. അതാണ് ഹജ്ജിന്റെ ഉദ്ദേശം. വമാ തഫഅലു മിൻ ഖൈർ, നിങ്ങൾ എന്ത് തന്നെ നന്മകൾ ചെയ്താലും അത് അല്ലാഹുവിന് അറിയാം. വതസബ്ബദു, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വതസബ്ബദു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒക്കെ യാത്രാ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന യാത്രക്കുള്ള ഒരു ഒരുക്കം ഉണ്ടാവും. നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരു യാത്രാ ഒരുക്കം ഉണ്ടാവും. യാത്രക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കേണ്ടി വരും. അത് സ്വാഭാവികമായി ഉണ്ടാകണം. ഗവൺമെന്റിന്റെ സെക്ടറിലൂടെ പോവുകയാണെങ്കിലും അല്ലാത്തെങ്കിലും ഒക്കെ അതൊരു പ്രധാനമാണ്. അത് വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത് ഏറ്റവും നല്ല യാത്രാ ഭക്ഷണം പദയം എന്താണ്? തഖ്വ, സൂക്ഷ്മതാബോധമാണ്. തഖ്വയാണ് ഏറ്റവും നല്ല ഒരു യാത്രയിൽ. ഇപ്പൊ നമ്മൾ പല സംഘങ്ങളിലും കുടുംബസമേതമോ അല്ലാതെയൊക്കെ പല രാജ്യങ്ങളിലേക്കൊക്കെ പലതിന് യാത്ര പോകും. ഏത് യാത്രയിലും നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മാർഗം എന്താണ്? അവിടെ തഖ്വാബോധം ഉണ്ടാകണം, സൂക്ഷ്മതാബോധം ഉണ്ടാകണം. പ്രത്യേകിച്ചും ഹജ്ജ് യാത്രയിൽ ഏറ്റവും നല്ല യാത്രാ ഭക്ഷണം തഖ്വയാണ്. തഖ്വനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. അവിടെ എന്നെ സൂക്ഷിക്കുക എന്ന് പറയാണ്. എന്നെ കുറിച്ചുള്ള ബോധം നിങ്ങളിൽ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. ഈ തഖ്വാബോധമാണ് സത്യത്തിൽ ഒരു വിശ്വാസി ആരാധനാ കർമ്മം കൊണ്ടും അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നേടിയിരുന്നു. ഇപ്പൊ സാധാരണ വെള്ളിയാഴ്ച നമ്മൾ എല്ലാവർക്കും സുപരിതമായ ആയത്തുകളുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വെള്ളിയാഴ്ച വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ നിങ്ങൾ തഖുല്ലാഹ ഹഖ തുഖാതി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. ഊസിക്കും ബിത്തഖ്വല്ല. എല്ലാ വെള്ളിയാഴ്ചയിലും ഖുതുബയിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന ഒരു വാക്കാണത്. പടച്ച തമ്പുരാനെ കുറിച്ചുള്ള തഖ്വ ഉണ്ടാകണം. ഇത് എല്ലാ വെള്ളിയാഴ്ചയും മനുഷ്യന്മാരോട് വിശ്വാസികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് മിമ്പറിൽ വന്ന് ഖതീബ് ബോധ്യപ്പെടുത്തുകയാണ്, അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് തഖ്വാബോധം ഉണ്ടാകണം. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നമ്മൾ മറക്കും, പിന്നെ വീണ്ടും അടുത്ത വെള്ളിയാഴ്ച വീണ്ടും അറിയാണ്. ഇത് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇത് നമുക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 131-ാമത്തെ വചനത്തിൽ പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാബോധം ഉണ്ടാകണം, തഖ്വ ഉണ്ടാകണം. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും, തീർച്ചയായും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന വേദക്കാർക്ക് നമ്മൾ വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. പടച്ച തമ്പുരാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. വഇയ്യാകും, നിങ്ങൾക്കും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. എന്ത്? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, പടച്ചോനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരായി തീരണമെന്ന്
വിശുദ്ധ ഖുർആൻ നമുക്ക് മാത്രമല്ല പൂർവികരായ വേദം നൽകപ്പെട്ടിരിക്കുന്ന ജൂത ക്രിസ്ത്യാനികളോടും പടച്ച തമ്പുരാൻ തത്വം നൽകിയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാ ഹൈസുമാ കുൻത. നമ്മോട് പറയാണ്, നീ ജീവിതത്തിൽ എവിടെയാണെങ്കിലും, വല്ലാത്തൊരു വചനാണത്, ജീവിതത്തിൽ എവിടെയാണെങ്കിലും നിനക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. ചിലപ്പോ ഒറ്റക്കായിരിക്കും നമ്മൾ, ചിലപ്പോ നമ്മൾ സംഘമായിട്ടായിരിക്കും, ചിലപ്പോ നമ്മുടെ നാട്ടിലായിരിക്കും, ചിലപ്പോ നമ്മൾ വിദേശങ്ങളിലായിരിക്കും. വിദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മൾ താമസിക്കുന്ന രാജ്യത്തിൽ നിന്നും പുറത്തുള്ള ഏതെങ്കിലും ടൗണുകളിലായിരിക്കും. നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ടൂർ പോകുന്ന ആളുകളും പഠനം നടത്തുന്ന ആളുകളും പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെ സൂക്ഷിക്കണം. ബാംഗ്ലൂരിലും വലിയ വലിയ സിറ്റികളിലൊക്കെ പഠിക്കാൻ പോകുന്ന നമ്മുടെ പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ടൂർ പോകുന്ന ആളുകളുണ്ട്. അവിടെ നമ്മുടെ മാതാപിതാക്കളില്ല, സുഹൃത്തുക്കളില്ല, മറ്റാരുമില്ല. അവിടെ അവരുടെ കൂടെ അവരുടെ നാട്ടുകാർ പോലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നത്, നീ എവിടെയാണെങ്കിലും നിന്റെ ഉപ്പ കാണുന്നില്ല, നിന്റെ ഉമ്മ കാണുന്നില്ല, നിന്റെ സഹോദരൻ കാണുന്നില്ല, ആ കാണുന്ന പരിസരത്തൊന്നുമല്ല നിങ്ങൾ എങ്കിൽ പോലും എവിടെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വല്ലാത്ത വചനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ ആളുകൾ പേടിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ CCTV നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് പേടിയാണ് അല്ലേ? CCTV നിരീക്ഷണം വരുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പടച്ച തമ്പുരാൻ നമുക്ക് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിന്റെ CCTV നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ആലോചിച്ച്, നമ്മൾ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് സദാസമയവും. നമ്മുടെ ഉപ്പയില്ല, ഉമ്മയില്ല, സുഹൃത്തുക്കളില്ല, നാട്ടുകാരില്ല. നമ്മൾ ഒറ്റക്കാണെങ്കിലും റൂമിന്റെ ഉള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിന്റെ CCTV നിരീക്ഷണത്തിലാണ് എന്ന് അന്ന് സൂചിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് വിദേശ ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളുണ്ടല്ലോ, പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമ്മെ നിരീക്ഷിക്കാൻ പടച്ചവനുണ്ട് എന്ന ബോധം ഒരു വിശ്വാസിയിൽ ഉണ്ടാകുമ്പോഴേ മാന്യമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അത് ഇല്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ അമലുകളല്ല അല്ലാഹു തആല നോക്കുന്നത്. നല്ല ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന അമലുകളല്ല അല്ലാഹു തആല നോക്കുന്നത്. പിന്നെന്താ? ആ അമലിൽ തഖ്വയുണ്ടോ എന്നുള്ളതാണ് നടക്കുന്നത്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കർമ്മങ്ങളിൽ തഖ്വയുണ്ടോ? നോക്കൂ നിങ്ങൾ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കളുടെ കഥ ചരിത്രം ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് പറഞ്ഞത്? രണ്ടും, ഒന്ന് ഹാബീലായിരുന്നു, ഒന്ന് കാബീലായിരുന്നു ഇല്ലേ? ഹാബീലിന്റെ സൽപ്രവർത്തനം അല്ലാഹു തആല സ്വീകരിച്ചു, കാബീലിന്റെ ഇത് സ്വീകരിച്ചില്ല. എന്തേ കുഴപ്പം? രണ്ടാളും ചെയ്തത് അമൽ തന്നെയാണ്, രണ്ടാളും ചെയ്തതും അമലാണ്. പക്ഷേ ഒരാളുടെ അമലിന് എന്തുണ്ടായില്ല? അയാൾക്ക് തഖ്വയുണ്ടായില്ല. മറ്റൊരാളുടെ അമലിനോ അയാൾക്ക് തഖ്വയുണ്ടായില്ല. എന്നിട്ട് അല്ലാഹു തആല ആ സംഭവം വിശദീകരിച്ചതിന് ശേഷം അന്ന് പറയുന്ന വാചകമുണ്ടല്ലോ, ഇത് നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതാ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തീർച്ചയായും അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു തആല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുള്ളൂ. അപ്പൊ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടൂല. ആ പ്രവർത്തനത്തിന്റെ പിൻബലമായി എന്ത് വേണം? തഖ്വ വേണം. ഹാബീലിന് അതുണ്ടായിരുന്നു, കാബീലിന് അതുണ്ടായില്ല. അതാ കാരണം. ഇത് നമ്മളൊക്കെ ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതിയാ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ തഖ്വയുണ്ടോ, സൂക്ഷ്മതയുണ്ടോ? പടച്ച തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ടാണോ ഞാൻ ഇത് ചെയ്യുന്നത്? അല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണോ, എന്റെ ഉപ്പാനെയും ഉമ്മാനെയും ബോധ്യപ്പെടുത്താനാണോ ഞാൻ ചെയ്യുന്നത് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ആരെയുമല്ല നമ്മൾ പേടിക്കേണ്ടത്, പടച്ച തമ്പുരാനെ ആയിരിക്കണം. ആ ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കുക. എന്റെ വെക്കേഷൻ സമയമാണല്ലോ, നമ്മുടെ ഉമ്മാനെ നമുക്ക് പറ്റിക്കാൻ പറ്റും, നമ്മുടെ ഉപ്പാനോട് നമുക്ക് കളവ് പറയാൻ പറ്റും, നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരോട് നമുക്ക് കളവ് പറയാൻ പറ്റും. പക്ഷേ എല്ലാം അറിയാവുന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാന്റെ നിരീക്ഷണത്തിലാണ് എന്റെ കുട്ടികളെ നമ്മളും വലിയവരും എന്നുള്ള ബോധം നമുക്കുണ്ട്. എല്ലാം അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. ആ പടച്ച തമ്പുരാൻ നമ്മൾ ശ്രദ്ധിക്കുക. പടച്ച തമ്പുരാന്റെ നിരീക്ഷണം സദാസമയവും 24 മണിക്കൂറും, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണരുമ്പോഴും കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും
എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പടച്ച തമ്പുരാന്റെ നിരീക്ഷണം നമ്മൾ ആലോചിക്കും. അപ്പൊ ഈ തഖ്വ നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, പടച്ചവനെ നീ എന്റെ മനസ്സിന് തഖ്വ നൽകണം. നമ്മൾ പ്രാർത്ഥിക്കണം. തഖ്വമാണ് നമുക്ക് സൂക്ഷ്മതാ ബോധം വേണം. പടച്ചോനെ കുറിച്ച് പടച്ചോനോട് നമ്മൾ ചോദിക്കണം, പടച്ചോനെ എനിക്ക് തഖ്വയുള്ള ഒരു മനസ്സ് തരണം. വസക്കാഹ, നീ എന്റെ മനസ്സിനെ നീ സംസ്കരിക്കണം. എല്ലാവിധ മൂല്യച്യുതികളിൽ നിന്നും സംസ്കരിക്കുന്ന നല്ല ഒരു മനസ്സിന്റെ ഉടമ, ആ നല്ലൊരു മനസ്സ് നീ നൽകണം. നീയാണ് ഏറ്റവും നന്നായി മനസ്സിനെ സംസ്കരിക്കുന്നവൻ. നീയാണ് എന്റെ രക്ഷിതാവ്, നീയാണ് ഈ മനസ്സിന്റെ രക്ഷിതാവ്, നീയാണ് അതിന്റെ ഉടമസ്ഥൻ. അപ്പൊ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥനയിൽ ഉണ്ടാകണം, പടച്ചോനെ എനിക്ക് തഖ്വ തരണം. ഈ സൂക്ഷ്മതാ ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു നല്ല മനുഷ്യനായി മാറുന്നത്. ഈ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ പറയുന്നത് നമ്മൾ ആദ്യം നന്നാകുക. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മൾ നന്നാകുക, നമ്മൾ റോൾ മോഡലാകുക. നമ്മളുടെ മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ നന്മയുടെ ഭാഗരായി മാറുക. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലേ? സൂറത്ത് ഫുർഖാനിൽ കുറെ പ്രാർത്ഥന പറഞ്ഞതിനകത്ത് ഒരു പ്രാർത്ഥന പറഞ്ഞത് എന്താ? നമുക്കറിയാം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അവിടെ നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം, നാദാ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. പോരാ, അത് മാത്രം പോരാ, വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളുടെ മക്കളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണം. നല്ല മനുഷ്യന്മാർക്ക് മാതൃകയാക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തൊരു സുന്ദരമായ ഒരു രംഗമായിട്ട് നിങ്ങൾ ആലോചിച്ചു. മാതാപിതാക്കൾ നല്ലവര്, മക്കൾ നല്ലവര്, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ എന്തോ ഒരു സമാധാനം ശാന്തിയാണ് ഉണ്ടാകുക. ഒരു മകൻ തലതിരിഞ്ഞാൽ മതി, ഇല്ലേ, ആ വീട്ടിന്റെ എല്ലാവിധ സമാധാനവും നഷ്ടപ്പെടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മക്കളിൽ നിന്നുണ്ടാകുന്ന സമാധാനം തന്നെ അത് വല്ലാത്തൊരു സമാധാനം, വല്ലാത്തൊരു കൺകുളിർമയാണ്. ആ കൺകുളിർമക്ക് വേണ്ടി പ്രാർത്ഥന മാത്രം പോരാ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കുമ്പോൾ നമ്മുടെ മക്കള് കണ്ടുപിടിക്കും, എന്റെ ഉപ്പ എങ്ങനെയാണ്, എന്റെ ഉമ്മ എങ്ങനെയാണ്, എന്റെ വാപ്പ ഉപയോഗിക്കുന്ന പദം എന്താണ്, എന്റെ ഉമ്മ ഉപയോഗിക്കുന്ന പദം എന്താണ് എന്നുള്ളത് നന്മയുടെ വചനങ്ങളായിരിക്കണം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കും. മദ്രസയിൽ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. മദ്രസയിൽ നമ്മൾ സംസ്കാരം പഠിക്കുന്നുണ്ടാവും, മറ്റതൊക്കെ പഠിക്കുന്നുണ്ടാവും, സ്വഭാവ പാഠങ്ങൾ പഠിക്കുന്നുണ്ടാവും. ആ സ്വഭാവ പാഠം കുട്ടി പഠിച്ചതിന് വിരുദ്ധമായി ഉമ്മായിൽ നിന്നും കേൾക്കേണ്ടി വന്നാൽ, ബാപ്പാന്റെ നാവിൽ നിന്നും കേൾക്കേണ്ടി വന്നാൽ ഈ കുട്ടിക്ക് മനസ്സിലാവും ഇത് മദ്രസയിൽ പരീക്ഷ എഴുതി ജയിക്കേണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതില്ല, മാത്രമേ നമ്മൾ സംസ്കാരം പഠിക്കേണ്ടതുള്ളൂ, സ്വഭാവ പാഠങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിക്കും. ഇങ്ങനെ നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ദുന്യാവിൽ നോക്കി, ദുന്യാവിൽ നമ്മൾ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിച്ചാൽ നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന. സൂറത്ത് ത്വലാഖിൽ എന്ന് പറയാണ്, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വ ബോധമുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ പടച്ച തമ്പുരാൻ പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തുറവി അള്ളാഹു ഉണ്ടാക്കി തരും, ഒരു തുറസ് ഉണ്ടാക്കി തരും. എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ, പരലോകത്തല്ല, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ആ പ്രശ്നങ്ങളിൽ പടച്ച തമ്പുരാൻ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിൽ പടച്ച തമ്പുരാൻ നമുക്കൊരു ആശ്വാസവും സമാധാനം നൽകും. ഇതല്ല പറയാ, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും വല്ല മാർഗങ്ങൾ ഉണ്ടാക്കി തരും. വലിയ രോഗങ്ങളായിരിക്കും ചിലപ്പോൾ അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്, വലിയ കുടുംബ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്, സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കും. പടച്ച തമ്പുരാൻ തഖ്വയുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ പരലോകത്തേക്ക് പടച്ച തമ്പുരാൻ നീട്ടിവെക്കുന്നില്ല. പടച്ച തമ്പുരാൻ പറയുന്നത് ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിന്റെ തുറസ് ഉണ്ടാക്കി തരും. പലരുടെയും അനുഭവത്തിലുണ്ടാവും അങ്ങനെയൊക്കെ. ഞാൻ വലുതെത്തു എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പടച്ച തമ്പുരാൻ എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നു, എങ്ങനെയെന്നറിയില്ല. അതന്നെയാണ് അള്ള പറഞ്ഞത്, അള്ളാഹു അതിനൊരു മാർഗം വിചാരിക്കാത്ത രൂപത്തിൽ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെയും നമ്മുടെ ജീവിതത്തിന്റെയും പരമമായ ലക്ഷ്യം പടച്ച തമ്പുരാനിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്.
അങ്ങനെ പടച്ചറപ്പിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന തഖ്വാബോധമുള്ളവരായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദത്ത്. സ്നേഹനിധികളായ കാരണവന്മാരെ, ജ്യേഷ്ഠാന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൽ തഖ്വാബോധമുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കലൂടെ ഉണർത്തുകയാണ്. അപ്പോ എന്താണ് തഖ്വ? സാധാരണ നമ്മൾ കേട്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയും. ഒരു മഹാനായ സഹാബി ഒരിക്കൽ സുബൈ ജമാഅത്തിൽ പങ്കെടുത്തു. അദ്ദേഹം അധിക നേരം പള്ളിയിൽ ഇരിക്കാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇത്ര പെട്ടെന്ന് സൂര്യനിസ്കാരം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് ഓടിപ്പോകുന്നത്? അപ്പൊ ഈ സഹാബി പറഞ്ഞു കൊടുത്തൊരു മറുപടി, എന്റെ വീടിന്റെ തൊട്ടടുത്ത് നല്ല കുലച്ചു നിൽക്കുന്ന പാകമായ ഈത്തപ്പഴങ്ങളുള്ള ചില ഈത്തപ്പനകളുണ്ട്. ആ ഈത്തപ്പനകള് എന്റെ തൊടുവിലേക്കാണ് അതിന്റെ കായ്കളും ഈത്തപ്പഴം വീഴാൻ. അപ്പൊ ഞാൻ നേരം വൈകി ചെന്നാല് എന്റെ കുട്ടികൾ എണീറ്റ് ആ ഈത്തപ്പഴം എടുത്ത് തിന്നുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ സുബൈ കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നത്. ആ ഈത്തപ്പഴമൊക്കെ അദ്ദേഹത്തെ ചെയ്യാം, അദ്ദേഹത്തിന്റെ മതിലിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊടിയിലേക്ക് വീഴുന്ന ആ ഈത്തപ്പഴം എടുത്തിട്ട് ആ എവിടെയാണോ ആ ഈത്തപ്പഴം വളർച്ചത് ആ തൊടിലേക്ക് എടുത്തിടും. ഇത് നോക്കി, ഇതൊരു സൂക്ഷ്മതാ ബോധം, ഇതൊരു തഖ്വയാണ്. എന്നാൽ അന്യന്റെ ആരാന്റത് ഒന്നും കഴിക്കാൻ പാടില്ല, എന്റെ മക്കളെ കൊണ്ട് കഴിപ്പിക്കൂല എന്നുള്ളത് പടച്ചോന തമ്പുരാനെ കുറിച്ചുള്ള ഒരു തഖ്വയാണ്. ഇതൊരു സാമ്പത്തികമായ വലിയ ഒരു തഖ്വയാണ്. ഇപ്പൊ മഹാനായ ഉമർ സാലിഹ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണം ഏറ്റെടുത്ത സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഫയല് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഗവൺമെന്റ് ഫയല് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം അവിടെ വിളക്ക് കത്തിച്ച് അദ്ദേഹം ഈ ഫയല് നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ ആ വിളക്ക് അദ്ദേഹം ഊതി കെടുത്തി. അപ്പൊ ആ സഹോദരന്മാർ വന്ന സുഹൃത്തുക്കൾക്ക് ഒരു ചെറിയ പന്തി കെടുത്തു. പക്ഷെ മറ്റൊരു വിളക്കെടുത്തുകൊണ്ട് അദ്ദേഹം കത്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, ഇപ്പോ നമ്മൾ സൗഹൃദ ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ ചെലവിലുള്ള എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്, മറ്റത് ഗവൺമെന്റ് ഫയലാണ്, ഗവൺമെന്റിന്റെ വിളക്കാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഭരണാധികാരികളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സൂക്ഷ്മതാബോധത്തിന്റെ എത്രയാണ് എനിക്ക് ആലോചിക്കുന്നത്. ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുള്ള അതില് വാർഡ് മെമ്പർ മുതൽ അങ്ങേ തലയിലുള്ള പ്രധാനമന്ത്രി അടക്കം വരെയുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ പാഠമാണ്. ഗവൺമെന്റ് നമുക്ക് നൽകുന്നതായ ആ ആനുകൂല്യങ്ങളിൽ അനർഹമായിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ യാത്ര പോകുകയാണ്. അദ്ദേഹം യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ആട്ടിടയനെ കണ്ടു, ആടുകൾ മേയിച്ച് നടക്കുന്ന ഒരു ചെറുക്കൻ. അപ്പൊ ആ ചെറുക്കനോട് അദ്ദേഹം പറഞ്ഞു, ഒരു ആടിനെ ഞങ്ങൾക്ക് തരുമോ, ആടിന്റെ വില തരണം. അപ്പൊ ആ കുട്ടി സമ്മതിച്ചില്ല, അത് തീരാൻ പറ്റില്ല, എന്റെ യജമാനൻ എന്നെ ഇത് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ പോലെ എന്റെ യജമാനെ ഇത്രയും വലിയ ആട്ടുകൂട്ടങ്ങളൊക്കെ എണ്ണി നോക്കിയോ വൈകുന്നേരം വന്നാലും. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, അങ്ങനെയൊക്കെ ശരിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ആട്ടിടയനായ ഈ മുസ്ലിമായ കുട്ടി ഇദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഞാൻ തരാം, പക്ഷെ ഞാൻ യജമാനനെ എനിക്ക് വേണമെങ്കിൽ പറ്റിക്കാം, പക്ഷെ ഞാൻ അള്ളാഹിനോട് എന്താ പറയാ? നിങ്ങൾ നോക്കി ആ കുട്ടിന്റെ തഖ്വാബോധം നോക്കി. ഇവിടൊക്കെ നമ്മൾ എന്താ ഞാൻ അള്ളാഹിനോട് എന്ത് പറയും? ഇതാണ് തഖ്വ എന്ന് പറയുന്നത്, ഇതാണ് സൂക്ഷ്മതാബോധം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി. ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തഖ്വയെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് തഖ്വ? അദ്ദേഹം പറയുന്നത്, ഒരു രാത്രി സമയത്ത് ധാരാളം മുള്ളുകളുള്ള ഒരു വഴിയിലൂടെ ചെരുപ്പില്ലാതെ നീ നടന്നു പോവുക എന്ന് നീ സങ്കല്പിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും നീ നടന്നു പോകുക? നിങ്ങൾ ആലോചിച്ചു, എത്രമാത്രം ശ്രദ്ധയിലുണ്ടാകുക. നടന്നു പോകുന്ന വഴി ഇരുട്ടാണ്, നിറയെ മുള്ളുകളാണ് ആ വഴികളിൽ, കാലിലാണ് ചെരുപ്പില്ല. എത്ര സൂക്ഷിച്ചിട്ട് സൂക്ഷ്മതയോട് കൂടി ആയിരിക്കും നീ നടന്നു പോവുക. ഇതാണ് തഖ്വ.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹുവിന്റെ റസൂൽ ഐച്ഛികമായി പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തഖ്വയുടെ അടയാളം. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന അതിനോട് അടുക്കാതെ അതിൽ നിന്നെല്ലാം അകന്നു നിന്നുകൊണ്ട് ജീവിക്കുക, ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ല, തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, കുടുംബപരമായ നമ്മുടെ സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെയുള്ള സൂക്ഷ്മതയാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ തഖ്വയുള്ളവരായിക്കൊണ്ട്, സൂക്ഷ്മതയുള്ളവരായിക്കൊണ്ട് നമ്മൾ ജീവിച്ച് മരണപ്പെട്ടാൽ അവർക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാണ് സ്വർഗ്ഗം. അതാണ് നമ്മുടെ ഖുത്ബകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ത് ഒരു ഖുത്ബ കൊണ്ട് എന്ത് നമ്മൾ കിട്ടി, എന്ത് നമുക്ക് നേടി. നമ്മൾ ഇടപെടും, നമ്മളൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്ന ആളുകളാണ്, വ്യത്യസ്ത തൊഴിലുകൾ എടുക്കുന്ന ആളുകളാണ്. ഈ രംഗങ്ങളിലൊക്കെ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും അവിടെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന് കൃത്യമായ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാവുകയും അത് തികഞ്ഞെടുത്തുകൊണ്ട് നന്മയുടെ പക്ഷത്ത് നിൽക്കുകയും തിന്മയിൽ നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇന്നൊരാളെ കുറിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും അങ്ങനെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു സ്വർഗം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കീലാണ് എന്ന് പറയുന്നതാവില്ല ശരി. ഏകദേശം അതിർത്തി പ്രദേശങ്ങളായ 3-4 സംസ്ഥാനങ്ങളിലെ നമ്മുടെ രാജ്യത്തിന്റെ സഹോദരന്മാര് സഹോദരികൾ വളരെ ബീഭത്സകമായ ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യക്കാരാണ്. ആദ്യമായും രണ്ടാമതായും നമ്മൾ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ വരുന്ന ഏത് രാജ്യം ചെയ്താലും, മുസ്ലിം രാജ്യം ചെയ്താലും അല്ലാത്ത രാജ്യങ്ങൾ ചെയ്താലും, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നാമതായി പ്രഥമ സ്ഥാനം നൽകുന്നത് നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതവുമാണ്. ഈ രാജ്യത്തിന് വേണ്ടി ഏതറ്റം വരാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ മുസ്ലിമായ ഒരു സഹോദരൻ സഹോദരി തയ്യാറാകണം എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. രാജ്യത്തോടുള്ള കൂറും സ്നേഹവും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ എന്റെ ചെറുപ്പക്കാരോട് സൂചിപ്പിക്കാനുള്ളത്, സോഷ്യൽ മീഡിയകളിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി പലപ്പോഴും പല പോസ്റ്റുകളൊക്കെ ഉണ്ടാവും. അവിടെ നമ്മള് വഞ്ചിതരാകാൻ പാടില്ല. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇത് നമ്മുടെ ഒരു രാജ്യമാണ്. ഇതിന്റെ മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള യുദ്ധമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിന് എതിരെ ഏത് രാജ്യം ആക്രമിച്ചാലും ആ രാജ്യങ്ങൾക്ക് നമ്മളെതിരാണ്. നമ്മുടെ ഇന്ത്യയുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മുടെ ശ്രമം ഉണ്ടാകേണ്ടത്. ഏതായാലും ഈ യുദ്ധം എന്ന് പറയുന്നത് അത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല. ഒരുപാട് ജനങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ്. ഏതായാലും സമാധാനപൂർണമായി ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സൗദി അറേബ്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 രാജ്യങ്ങൾക്കിടയിൽ സമാധാന സന്ധിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനമാണ് ഇന്ത്യ എന്നും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മെ കുത്തി നോവിക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും അതിന് തക്കതായ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിവരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു സമാധാനപൂർണമായി ഇതിന്റെ പര്യവസാനം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാൻ എല്ലാ രാജ്യത്തിലെ ആളുകൾക്കും സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പൊരുത്തം മാപ്പാക്കിമാറാകട്ടെ. നമ്മളിൽ നിന്ന് മുമ്പേ വിട പറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അള്ളാഹു നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, മക്കൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരികൾ അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശിഫ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമാത്ത്
إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين.